പച്ചക്കറി വിത്തുകൾ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല നമുക്ക് ഇത്രയും രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന്. നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയാണ് ഇത്രയും സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണോ എന്ന്. നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് ഉണ്ടായ സാധനങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ ഇത്. ഇന്നത്തെ നമ്മുടെ ഈ ജീവിതത്തിൽ പലരും മറക്കുന്നൊരു കാര്യമാണ് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെറുപ്പത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ പണ്ട് ചെയ്തിരുന്നത് കൃഷി ചെയ്തായിരുന്നു ജീവിച്ചിരുന്നതെന്നൊക്കെ. താല്പര്യക്കുറവ് കൊണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലപരിമിതിയും സമയപരിമിതിയും കൊണ്ടാവാം നമ്മളെല്ലാവരും ഈ കൃഷിയൊക്കെ മറന്നുപോയതും ആരും ഇപ്പം ചെയ്യാത്തത്. പക്ഷേ ഉള്ളതിൽ ചിലരെങ്കിലും ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുന്നതിൽ സന്തോഷം. ആക്ച്വലി ഇത് ഞാനായിട്ട് ചെയ്ത കൃഷിയോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്കാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വെക്കുമ്പോഴൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകും. പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിന് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നില്ല. അപ്പം എല്ലാവരും കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ പച്ചക്കറി കാണുമ്പോൾ കൊതിയാവുകയാണ്, ഞങ്ങളും വീട്ടിൽ പച്ചക്കറിയൊക്കെ വെച്ചു തുടങ്ങി എന്നൊക്കെ. അപ്പം ഇതുപോലെ നമ്മൾ സ്വന്തം അധ്വാനം കൊണ്ട് വളർത്തി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കുവേ ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ വളർത്തി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല എങ്കിൽ പോലും നമ്മുടെ സ്വന്തം പറമ്പിൽ ഉണ്ടായതല്ലേ. ഈ ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കായ്കളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് കടയിൽ പോയി പച്ചക്കറികൾ ആവശ്യത്തിന് ഈ ക്യാരറ്റ് ക്യാബേജ് പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പച്ചക്കറികളൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഉച്ചക്കത്തെ കറിക്കാണെങ്കിലും നമുക്ക് നമ്മുടെ തൊടിയിൽ പോയി പറിച്ചെടുക്കേണ്ട കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. ആക്ച്വലി ഇതെല്ലാം വെച്ച ഒരാൾ ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ചേട്ടനിപ്പോൾ പുറത്തേക്ക് തന്നെ തിരിച്ചു പോയി, നാട്ടിലില്ല. അപ്പം ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പച്ചക്കറി നനച്ചു കൊടുക്കും. നനച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മൂത്ത് നിൽക്കുന്ന പച്ചക്കറികൾ നമ്മൾ പറിച്ച് ഒന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് തന്നെ എടുക്കും. ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ പച്ചക്കറി കിട്ടുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് നമുക്ക് സ്ഥലവും സമയവും കുറച്ച് സമയം മതി നമുക്ക് ഇതിനോടൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട്. കുറച്ച് സമയവും സ്ഥലവും നമുക്കുണ്ടെങ്കിൽ നമുക്കും എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ടേക്കും സ്നേഹം കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഈ കാണുന്നത്. ഇതൊരു ദിവസത്തെയല്ല, പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണെങ്കിൽ പോലും അവരുടെ സ്നേഹം ദേ ഈ രീതിയിലാണ് കേട്ടോ ഈ ചെടികളൊക്കെ പ്രകടിപ്പിക്കുന്നത്.